Hello மக்களே, வெல்கம் டு சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். எக்ஸாம் தான் எழுத அலோவ் பண்ணியிருக்காங்களே இப்ப. நம்ம പാസ് ആവണല്ലപ്പാ. എവിടെന്ന് അതിനുശേഷം അവളുടെ ഒരു അനക്കവും ഇല്ല, DP ഇല്ല, വിളിച്ചാ കിട്ടുന്നതും ഇല്ല. അപ്പൊ ബ്ലോക്ക് ആക്കി. അല്ലെങ്കിൽ ഇവളുമാരല്ല ഇങ്ങനെ. എന്റെ കഷ്ടകാലം. എന്തോ നഷ്ടകാലം? നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നവരെ എനിക്കെല്ലാം ഓർമ്മ. എന്റെ ലൈഫിലെ ബെസ്റ്റ് ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ. പിന്നെ എല്ലാം ബ്ലറായിരുന്നു. അടി ഇടി മയക്കുമരുന്ന്, പോലീസ്, ജയില്. കുട്ടേട്ട എവിടെയാണ്? കുട്ടേട്ടൻ തേങ്ങ മനുഷ്യനെ വഴി തെറ്റിക്കാനായിട്ട്. നിനക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാടാ? എവിടെന്ന്? ഞാൻ പിന്നെ ഉറങ്ങുന്ന പോലെ അങ്ങ് ആക്ട് ചെയ്യും. ഇല്ലേ വീട്ടുകാർ വിചാരിക്കും ഇനി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കണം. ഞാൻ ഈ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്ക് നീ നാട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ. ഇത്ര നാളായില്ലേ നാട്ടുകാരതൊക്കെ മറന്നു കാണും. അല്ലേ തന്നെ നമ്മളെ കാര്യം നോക്കിയിരിക്കില്ലല്ലേ നാട്ടുകാരുടെ പണി. അല്ലേലും ഇത് എല്ലാരും അറിഞ്ഞൊന്നും കാണൂല. സ്കൂള്, പോലീസ്, വീട്ടുകാര്, അത്രേ ഉള്ളൂ. അയ്യോ, നിങ്ങൾക്ക് വയ്യാണ്. ഇവരുള്ള കഞ്ചാവ് MDMA അടിച്ചിട്ടിരിക്കും. കയ്യിലെല്ലാം കിട്ടുന്നതായിട്ട് കേട്ടിട്ട് അയ്യോ. നോട്ടം കണ്ടോ? നമ്മളെ കുറച്ചു കാലത്തേക്ക് ഇനി ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കണ്ട. എടാ മോനെ, ഇവനെ നിനക്ക് പരിചയം വല്ല ഉണ്ടോ? ഇല്ല, ഇത് ആരാമ? കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് അടിച്ച് പോലീസിനെ കുത്തി. ഇനി ഇവന്റെ വല്ല കമ്പനിക്കാരനോ അറിയാൻ വേണ്ടി ചോദിച്ചില്ല. അയ്യോ, ഇതെങ്ങനെ പോയാൽ ഇതൊക്കെ എന്തിനാച്ചാ? அவனுக்கு சும்மா விட்டாலே சரியாயிடுவானுங்க. கஷாயமா? மேபி அந்த ட்ரக் எல்லாம் மறக்கிறதுக்கு. அவன் பக்கத்துல உட்கார்றேன், அவன் கஞ்சா குடிக்கி. மம்மியோட மைண்ட் வைஸ் ஏதாவது ஒரு மாதிரி பார்க்குறாங்க. அதுக்கும் எதுவுமே பண்ண முடியாது இப்ப அவங்க. ஐயோ ஐயோ, நல்லா இருந்த பசங்களை இதான்ப்பா, யோசிக்காம பிரச்சனைல மாட்டிட்டு பாரு இவங்க எப்படி கஷ்டப்படுறாங்க. அழுகிறாப்பா, வாயில கை வச்சுட்டு. ആ, എന്തായി മക്കളെ റിസൾട്ടിന്റെ കാര്യമൊക്കെ? വന്നിട്ടില്ല, ഇപ്പൊ വരും. അല്ല, ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ? എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നില്ല. ഓ, പാസ്സായ അപ്പൊ തന്നെ നാട് വിടും. അച്ഛാ, ഡിഗ്രി പഠിക്കാൻ വേണ്ടി നമ്മൾ UK പോകാൻ നിൽക്കുന്നത്. UK അവസാനം പോയി പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യാം, കാശും കിട്ടും. നല്ല രസമാ. അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ, ആയിക്കോട്ടെ. പിന്നെ ഫോട്ടോയുടെ കാര്യോട്ടും പറയണ്ട. ഇല്ല, സൈസും കുട്ടിക്കോ എന്റെ. അതൊക്കെ ഞാൻ ചെയ്തോളാടാ. നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നാട്ടുകാരെ അറിയട്ടെ. ഡേയ്, തോറ്റാൻ ചെയ്യും. ഞാൻ എന്തായാലും ജയിക്കും. അതെ, എടാ ഞാൻ തോക്കുന്ന ഡൗട്ട് ഉണ്ടാ. അത് പരീക്ഷയ്ക്ക് മുന്നേ ഇരുന്ന് ആലോചിക്കണമായിരുന്നു, ഇരുന്ന് പഠിക്കണമായിരുന്നു. ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ കയറി പോവും. എന്നെ തടയാൻ இப்படிதான் அதுலயே சொல்றானுங்க. என்கிட்ட ஒரு நல்ல பிளான் இருக்கு, ஃபாரின் போ. போஸ்ட் கிரேட்ல സൈറ്റ് വന്നിട്ടുണ്ട്. അജിന്റെ നമ്പർ പറ. ഫസ്റ്റ് ഞാനാ. 11 തോക്കൂ, 90 വന്നാ. എന്നും മെഴുകുതിരിക, എന്നും മെഴുകുതിരിക. അജിൻ പാസ്സായി. എന്റെ നോക്ക് നമ്പർ പറ. 11 11 90 225. അമ്മ, ഞാൻ ജയിച്ചു ചേട്ടാ. ഞാൻ എല്ലാത്തിലും പാസ്സായി. ജയിച്ചടാ. என்ன ஆஷிர் மட்டும் தான் ஃபெயில். ഞാൻ ജയിച്ചു. നിന്റെ ജയിച്ചത് നോക്കണോ? പറ. 11 11 90 90 235. ஐயோ ஐயோ, എന്താ എന്ത്? തോറ്റ്. இது நமக்கு தெரிஞ்சது தானே. எப்படி இவனுக்கு பார்க்கல? ഇതെങ്ങനെ സംഭവിച്ചു? ഏത് സ്ഥാനത്ത് നോക്കിയാലും തോറ്റല്ലേ. ഉമ്മച്ചി ഇതറിഞ്ഞോ കവാലടിച്ച് തിരിക്കും. നിന്റെ ഷോ കാരണമാണ്. നിന്റെ നോക്കിയാണ്. നോക്കങ്ങോട്ട്. എന്റെ പിന്നെ നോക്കാം. பயந்துட்டா. നോക്കണം. പിന്നെ നോക്കാനാ? ഒരുത്തവണ തോറ്റിരിക്കുമ്പോഴാണ്. പിന്നെ തോക്കണേടാ. ഒന്ന് ചുമ്മാ അതിന് ആശ്രയ. அவனுக்கு என்ன கலக்குது? എന്റെ 30 ദൈവങ്ങളെ കൊത്തോണേ. பாஸ் ஆவனா ஃபெயில் ஆவானா சொல்லு. இவன் ஃபெயில் ஆகுவானே. பாஸ் ஆயிட்டான், ஒருத்தப்படவே இல்லை.
இவன் மட்டும் தான் வெளில வந்தான் அவர் கேட்டப்போ. பேசில் கேட்பார்ல இதுல, அதுல இவன் மட்டும் தான் வெளில தனியா வருவான். ഒന്നുകൂടെ നോക്കടാ. നോക്കാം. ഞാൻ ജയിച്ചു. അതിച്ചല്ലേ. ആര് ഞാൻ அப்பவே கேட்பாங்கல்ல. നീ കഴിവുള്ളവനല്ലേ, നീ എഴുതി കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ഈ പ്രോത്സാഹനം എനിക്ക് താ. ഞാൻ തോറ്റ് തെറിച്ച് കിടക്കുകയാണ് ഇവിടെ. பின்னாடி பாரு நயன்தாரா. എങ്ങനെയാടാ കേറി പോണ? പോവും. ഞാൻ പോവും. ഞാനും പോവും. അടിപൊളി ഫ്രണ്ട്സ് കേട്ടാ. ഒരു മിനിറ്റ്. ആ മോനെ, ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്, കേട്ടെ. ഫസ്റ്റ് കാറിന്റെ ഫ്ലെക്സ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അടിച്ചാ മതിയായിരുന്നു. അതെന്താടാ, നീ പിന്നെയും തോറ്റ? ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ച്. പിന്നെന്താടാ? അച്ഛാ അതെ, ഹാഷർ തോറ്റുപോയി. കുഴപ്പമില്ലടാ, വകുപ്പുണ്ടാക്കാം. ശരി അച്ഛാ. என்ன பண்ணுவாரா இருக்கும்? அவனை மட்டும் கட் பண்ணி எடுக்க போறதா என்னவா? ഞാനും കൂടെ എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് UK പോവല്ലേ? ഓ വേണ്ട, வேணாம். ഞങ്ങൾ എന്തായാലും കേറിപ്പോ. നീ എഴുതിയെടുത്തങ്ങ് വന്നാ ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും ഇനി ഇവിടെ നിക്കാൻ പറ്റത്തില്ല. ആകെ 3 വിഷയല്ലേ പോയുള്ളൂ. ഇതൊരു വിഷയാക്കേണ്ട കാര്യമുണ്ട്. ആകെ ഉള്ളത് 6 വിഷയം. അതിലൊരെണ്ണം മലയാളമായിരിക്കും. അതിപ്പോ ഞാൻ എഴുതിയാലേ A+ അടിക്കൂലേ. അതുകൊണ്ട് അത് വിട്. ബാക്കിയുള്ള 5 വിഷയത്തിൽ 3 പൊട്ടിച്ചിട്ട് ഇന്ന് വർത്താനം പറയുന്നു. എന്തൊക്കെ ബഹളായിരുന്നു അവന്റെ ഒരു ഊക്കെ പോക്ക്. എന്നിട്ട് ഊക്കെ പോയല്ലോ. നിന്റെ ഉമ്മ ഇവിടെ അരിമണി കൂട്ടണ പോലെ ഉണ്ടാക്കി വെച്ചിട്ടാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അല്ലാതെ നിന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇവിടെ പോയത്. അവന്റെ ഒരു ഊക്കെ. UK നല്ല സ്ഥലമാ അപ്പച്ചി. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പറ്റും. പിന്നെ അവിടെ രാത്രി കുറവാ, പകലാ കൂടുതൽ. 18 മണിക്കൂർ പകലായിരിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ നേരെ ഇരുന്ന് പഠിക്കാനും പറ്റും. ഓ 18 മണിക്കൂർ ഇരുന്ന് പഠിക്കോ? ആ இது யாருக்கு நம்புறோம்? ഇവിടുത്തെ പകല് പഠിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ അവൻ പറയുന്ന കേട്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലതാ. അതിപ്പോ കഞ്ചാവ് കേസിൽ പിടിച്ചകത്ത് പോയാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. ஐயோ இவ்வளவு நல்லா சொல்லிட்டு இருந்தாரு. ரெடி. ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഇവനെ വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇത് വാടക വീട്ടിൽ പോയി ഉടമസ്ഥനോട് കൂടി ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? കൈക്ക് அமௌண்ட் இல்ல போல. എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നടാ നിന്നെ. വിനായകെ, അജിനെ, അല പോവില്ലേടാ. അല പോവും, അല പോവും. എന്റെ പൊന്നാശ്ര, ഞാൻ എങ്ങനെയാലും எலக்ட்ரானிக்கலி மியூசிக் வருதுன்னு நினைக்கிறேன். പോവില്ലേടാ. അല്ലെ കൂട്ടി ഇംഗ്ലീഷ് അറിയാവൂ. ഹലോ അല്ലെ, എനിക്ക് വയ്യ എളിയോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഞാൻ മാത്രം ഓളി എനിക്ക് കഞ്ചാവ് വെറുതെ വെറുപ്പിക്കാതെ വെച്ചിട്ട് പോയ ആശ്രയ. அஜினு, அலனு, ഞാൻ പോവും. கண்ணீர் ரோஸ்ல போகுது. ഞാൻ പോവും. എന്റെ പൊന്നാശ്ര, ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ, ഒന്ന് വെച്ചിട്ട് പോടാ. എനിക്ക് കിടന്നിട്ട് ഓർക്കം വരും. കൈതട്ടി കട്ടായി പോലടാ. മനഃപൂർവ്വമല്ലല്ലോ. പോവല്ലേടാ. എങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയിട്. പിന്നെ ഓവറായിട്ട് പഠിച്ച് ഡോക്ടറൊന്നും ആവാൻ നിക്കല്ലേ. ഓ ശരി, ഞാൻ ഡോക്ടറോട്ട് ആദ്യം നിന്റെ അച്ഛന്റെ ചൊറി മാറ്റി കൊടുക്കാൻ. ഞാൻ എന്തിനാ എനിക്ക് UK ചെന്നിട്ട് കപ്പലിന് വിട്ടായി മേടിച്ചു തന്നാനാ? എന്റെ ഉമ്മ ലക്ഷങ്ങളുടെ പരിപാടിയാണ്. എനിക്ക് ആരെങ്കിലും കടം മേടിച്ച് തന്നേ പറ്റൂ. ഞാൻ അവിടെ ചെന്ന് പലിശ അടക്കം വീട്ടിക്കോളാം. നീ എന്തോന്ന് വർത്താനല്ലേ പറയുന്നേ? ലക്ഷങ്ങൾ കടം തരാൻ നമുക്ക് ആരായിരിക്കുന്നേ? ഉമ്മുമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ഓ എന്റെ ചുണ്ടനി ഉമ്മുമ്മ എന്തിനു ഓട്ടോ വന്നാ? ഒരു ഊബറി വന്നുകൂടായിരുന്നാ? ഉമ്മറിനോട് ഞാൻ പറഞ്ഞതാ മക്കളെ, അവൻ കേക്ക്. ഉമ്മുമ്മ വാ. തള്ളേം തന്തേം വിളിച്ചിട്ടല്ലേ UK പോകുന്ന വിവരം മോൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. ഉമ്മ അറിയില്ലായിരുന്നടാ. എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരാ? ഞാൻ UK പോയാലും ഉമ്മുമ്മ ഇവിടെ തന്നെ താമസിക്കണം. ഒരുപാട് ദിവസം താമസിക്കണം കേട്ടാ. കഞ്ചാവ് ചെറുക്കൻ്റെ ഉച്ച കയറിയോ? ഇതാണ് ഉമ്മയുടെ റൂം. പിന്നെ ഈ കമ്മല് പുതിയതാ? ഇത് പഴയത്. നിന്റെ ഉപ്പുള്ളപ്പോ വാങ്ങി തന്നത്. പാല പുതിയതാ. 20 സെന്റ് എഴുതി കൊടുത്തപ്പോ ഉമ്മറ് വാങ്ങി തന്നത്. ഇപ്പം വള 4 പഴയത്. എല്ലാം കൂടി ഒരു 7-8 പവൻ കാണും അല്ലേ സുന്ദരി? കേട്ടോ, ബാക്കി എവിടെ പോയി? 23 പവനും 2.5 ഗ്രാമും. അപ്പത്തെ കൈ വാ, ഞാൻ സുന്ദരി സ്നേഹിക്കട്ടെ. ആരാണ് ചേട്ടൻ? നിന്റെ പുഴുത്ത നാവുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. 14 വർഷമായി ഇവനെ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ട്. ഇപ്പൊ കേറി വന്നിരിക്കുന്നു സഹായം ചോദിച്ചോണ്ട്. നാണമില്ലാത്ത നാറി. ഈ വീട്ടിൽ കയറി പോകാരെന്ന് നിങ്ങൾ തന്നെയല്ലേ അത് ഞാനാ പറഞ്ഞു. ഇവനെ ഈ വീട്ടിൽ കേറ്റില്ലെന്ന് വെച്ചു ആരും ഒരു കുറ്റവും പറയത്തില്ല. മനുഷ്യന് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ. അന്നെന്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തോണ്ടാ ഞാൻ വസ്തുവിന്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നോണ്ടാ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എന്റെ എന്ന് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഈ കള്ളം കഞ്ചാവ് അടിച്ചെടുക്കുന്ന ചെറുക്കന് വേണ്ടി തിണ്ടാൻ നിനക്ക് നാണമില്ലടാ. ഇവനെയൊക്കെ എത്ര പിടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെയാ? നിന്റെ അല്ലേ വിത്ത്, എങ്ങനെ ഗുണം പിടിക്കാനാ?
അതെ, കാര്യം ശരിയാണ്. നിങ്ങൾ എന്റെ ചേട്ടനാണ്. എന്നെ എന്ത് വിളിയിലും നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്റെ മോനെ പറയരുത്. അതെനിക്ക് സഹിക്കൂല. നിങ്ങളുടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇവനെ കയറ്റിവിടും. നിങ്ങൾ കണ്ടോ? വാ, இவரு கரெக்டா ஹேண்டில் பண்றாரு. அதுல மூசாவோட அப்பா வாப்பா இருந்தார்ல. கரெக்ட். எல்லா கேங்கும் ஒரு ആൾ മാട്ടിക്கிறாங்கப்பா அவர் ഡാഡി. ഇവിടെ നിൽക്കുന്നതൊക്കെ നല്ലത് പുറത്തു പോകുന്ന തന്നെ. അതെ അതെ, പക്ഷേ ഈ പൈസയുടെ കാര്യത്തിലാണ് ഒരു അത് നോക്കാം. നീ എവിടാ? ഞാൻ പുറത്തിറങ്ങിയതാ. എന്താ? ഇവിടെ ഒരുത്തിന് പുറത്തു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അച്ഛൻ അങ്ങോട്ട് കയറ്റി വിടാൻ തീരുമാനിച്ചു. ഇങ്ങോട്ടോ? എന്തിന്? ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവര് UK പോണോ? UK പോകാനുള്ള കാശ് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടോ? അവിടെ പെട്ടെന്ന് കയറാൻ പറ്റി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഏർപ്പാടാക്കാം. വിസ വന്ന മര്യാദക്ക് കയറിപ്പോയിക്കോളണം. ഞാനൊരുത്തൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം വഴിക്കാക്കുന്നത്. മനസ്സിലായ? ഡയലോഗ് മാറ്റം പറ്റത്. സാമ്പാർ വിളമ്പ്. അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. அப்ப இந்த குரூப்ல ஒருத்த மட்டும் தான் போறான். നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? இப்படி சொன்னா அவன் கண்டிப்பா போவான். இப்ப നീ നോക്കിയിരുന്നു ദുബായ് എങ്കിൽ ദുബായ്. அவன் எங்க ஏதோ கஷ்டப்படுறான் போல, அதனால அவன் வர வேணாம் சொல்லி இவன் வந்துட்டு அதை புரிஞ்சுக்காம அவன் கிளம்புறான். 12th முடிச்சுட்டு போனான்லப்பா. லேபர் ஜாப் தான் இருக்கும். இவனும் அதே தான் பண்றான். എന്തോന്നാടാ നീ ചെയ്യുന്നേ? അവന്മാര് പോകുമ്പോ എന്തെങ്കിലും കൊടുത്തിടണ്ടേ? അതുമല്ല, അവന്മാർക്ക് എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടം. അതിന് ഇത്ര ഉണ്ടാക്കണോ? കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇരിക്കണ്ടേ? അപ്പോഴേക്കും ഞാനങ്ങ് കയറി ചെല്ലൂലേ. ஊறுகையா? ഇതിന്ന് ഓരോ കഷ്ണങ്ങൾ അവന്മാര് കഴിക്കുമ്പോഴും அப்படித்தான் நினைக்கிறேன். എങ്ങനെയുണ്ട്? கண்டிப்பா நினைச்சு பார்ப்பாங்கன்னு நினைக்கிறேன். അച്ഛനെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് ഒരു വിഷമം. അത് ഓർക്കുമ്പോഴാ. അല്ല, നിന്നെ ഒറ്റയ്ക്കാക്കി പോകുന്ന അതിലും വിഷമമാണ്. ഓ എടാ സത്യം. ആശ്രയ, നീ വിഷമിക്കണ്ട. നമ്മളെ സെറ്റ് ഉടനെ നിന്നെ കൊണ്ടുപോവാ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നല്ലതന്നല്ലേ. ബ്രോ എന്താണ് ബ്രോ? സജിൻ ബ്രോയുടെ ബ്രോ എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ സ്വന്തം ബ്രോമാരിയാ അല്ലടാ. പുതിയ സ്ഥലം, പുതിയ ഫ്രാൻസ്, ഇതൊക്കെ നമ്മുടെ ചാൻസ്. കൃഷ്ണൻകുട്ടി, ഇത് മമ്മൂക്കായ, ഇത് സുഭാഷ്, ബാബു, இப்படிதான் இருக்கும்னு நினைக்கிறேன். എല്ലാം പുതിയത്. നല്ലതന്നല്ലേടാ. ബ്രോ എന്നാ കേറി വാ. அவன் தான் மெசேஜ் போட்டான்ல. അപ്പൊ നമ്മൾ വിശദമായിട്ട് വൈകുന്നേരം ഓക്കെ. ഇപ്പൊ പോയി നീ റെസ്റ്റ് എടു. ഓക്കെ അങ്കിൾ. അങ്കിള് ഇവിടെ അങ്കിളിച്ചായിക്കൊന്നുമില്ല. ഓൺലി ബ്രോസ്. ഇവിടെ ഭയങ്കര വൈബല്ലേ. സോ കോൾ മീ ബണ്ണി ബ്രോ. അതെ, നിനക്ക് സന്ധിവാദമൊന്നും ഇല്ലല്ലോ? மேல ஏத்தி விட போறாங்க. ഇല്ല. വെരി ഗുഡ്. അപ്പൊ ബ്രോ അടക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ഞങ്ങൾക്കാർക്കും അത്രയും പൊക്കത്തിലേക്ക് വലിഞ്ഞു കയറി. ஆனா ப்ரோ மட்டும் கூப்பிடணும். അതല്ലേ. അപ്പൊ നീ ഉഷാറായിട്ട് അടക്കിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിക്കോ. ദുരട്ടല്ല എന്റെ പണി. പാവം പയ്യെന്ന്. ഭയങ്കര പാവം. ബ്രോ, ഞങ്ങളൊക്കെ ഇത്തിരി ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാട്ടോ. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോട്ടോ. അയ്യോ, ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഓ, നീ എന്തിനാ ചെക്കൻ നോക്കി പേടിപ്പിക്കണേ? നിന്റെ വലിയേട്ടൻ കളിയൊക്കെ നീ അങ്ങ് വീട്ടിൽ വെച്ചാ. എടാ, അവൻ ഇത്തിരിയൊക്കെ ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. ഒന്നുമില്ലെങ്കിൽ അവനൊരു പുരുഷനല്ലേ. அவனை பத்தி உங்களுக்கு தெரியாது ப்ரோ. ഓ സുശീലൻ ബ്രോ, ചേട്ടാ പെട്ടെന്നങ്ങ് വന്നേക്കണടാ പൊന്നു മോനെ. നീ ഞങ്ങളെ മിസ് ചെയ്യോടാ. ഇവര് കൊണ വർത്തമാനം പറയില്ല, എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട്. എന്റെ ഹാഷറെ നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ. ഇടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ ഒന്ന് പോണേടാ. പിന്നെ എന്താടാ നീ ആശനെ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയത്? നീ അപ്പൊ ഇതൊരു മിണ്ടിയില്ലേ? അത് വിട് നീ. അതെ, தியேட்டருக்கு போயிட்டு வந்ததுல പ്ലെയിനിൽ നിന്ന് പലതും കിട്ടും. അതൊന്നും വാങ്ങിച്ചു തിന്നാൻ നിൽക്കരുത്, വെറുതെ വയറ് കേടാവും. ഞാനൊരു 3 കുപ്പി അരിഷ്ടം ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് കഴിച്ചോളണം, വയറ് നല്ല ശുദ്ധിയാവും കേട്ടോ. പെട്ടെന്ന് വന്നേക്കണടാ. പൊട്ടടാ മക്കളെ, ഡാ അച്ഛനെയും കൂടി ഒന്ന് കെട്ടിപ്പിടിക്കടാ. സമയായി മോനെ. Two type of daddies. അച്ഛൻ കൂടിയില്ല, പോയിട്ട് വാ. എന്താടാ? എടാ പെട്ടെന്ന് ഗേറ്റിന്റെ അടുത്തോട്ടൊന്ന് വരുമോ? എടാ എനിക്ക് വിഷമൊന്നുമില്ലടാ. ഒരു സാധനം തരാനാ, വാടാ. എന്ത് പറ്റിയടാ? അവനാ ചിലപ്പം അവന്റെ കൂളിംഗ് ഗ്ലാസോ മാലെന്തോ തരാനായിരിക്കും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പൊ വരാം. மூசா அப்பா தானே இது? மூசா அப்பா இவர் இல்ல. ഡാളിയാ, ലഗേജിന് ഭയങ്കര വെയിറ്റ്. ഇത് നീ കൊണ്ടുപോ. அவர் வந்துட்டு ஒருத்தர் ஸ்ட்ரெஸ் ஆகி அடிக்க போயிடுவான்ல, அவர் அப்பா அவரு. ആ
സ്വർണ്ണമൊന്നും ഇവർ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അവനത് തിരിച്ചടിച്ച് തരുമല്ലോ അല്ലേ? പിന്നെ അവനിങ്ങ് തിരിച്ചെത്തിയ അപ്പൊ തന്നെ എടുത്തു തരും. അവൻ എന്ന് വരും? അത് ക്ലാസ് ഒക്കെ കഴിയണ്ടേ, ഒരു 4 കൊല്ലം കഴിയുമ്പോ എത്തും. പതിരുങ്ങളെ 4 കൊല്ലവോ? നല്ല തണുപ്പല്ലേ? കൊള്ളാം, രണ്ടുപേർക്ക് ഒരിടത്തായിരുന്നേ കൊള്ളായിരുന്നു. വലിയ ദൂരമൊന്നുമില്ലെന്നാ ഇവര് പറയുന്നേ. ഭാഷയാണ് ഒരു വിഷയം. നിനക്ക് പിന്നെ ഇംഗ്ലീഷിന് B+ ഉള്ളതുകൊണ്ട് കുഴപ്പം കാണൂലല്ലേ? B+ഉം ബിയും തമ്മിൽ എന്താണ് വ്യത്യാസം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാക്കിന്റെ ആവശ്യമൊന്നും ഇല്ല. കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. കോക്കറി കാണിച്ചിട്ടായാലും സായിപ്പിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ പരീക്ഷയ്ക്ക് നീ എന്തോ ചെയ്യും? കോക്കറി വരെ ചോദിക്കോ? എടാ, അതിന് നമ്മളെ ക്ലാസ്സിൽ ഫുള്ള് ഫോറിനേഴ്സ് അല്ലേ? எங்க கிளாஸ்ல ஃபாரினர்ஸ் போறாங்கல்ல, அங்க போய் ஃபாரினர்ஸ் இருக்கணுமே. எல்லாம் இந்தியன் ஸ்டூடெண்ட்ஸ் அப்படிதான் இருப்பாங்க. വിളിക്കേ. இவங்கள மாரி வந்தவங்கன்னு சொல்ல வரியா? അവിടെ ചെന്ന വലിയ കോളേജും ഞാൻ ഇവിടെ ഏതെങ്കിലും ഊള ട്യൂഷൻ സെന്ററിലും നിന്റെയൊക്കെ ടൈമടാ. ஐயோ, ക്ലാസ്സിലൊക്കെ നിറച്ച് ബ്രിട്ടീഷുകാർ പെണ്ണുങ്ങളായിരിക്കും. എനിക്കിവിടെ ആരെങ്കിലും ഒന്ന് സെറ്റാക്കി തരണേടാ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് സെറ്റാക്കി തരും. ഓരേ, താങ്ക് യു. சொல்லல சொல்லல. ബ്രോ കേറിപ്പോരും. ടെൻഷൻ ബ്രോ ഹാപ്പി അല്ലേ? ഹോം സിക്നസ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ നാട് പോലെ തന്നെയാ ഇവരെല്ലാം നമ്മുടെ പിള്ളേരും. அதான்டா பிரச்சனை. There are different theories about social movements. The following are the important movements. First one is ஆனா டீச்சரா போக நினைக்கிறேன். ஒரு வருஷத்துல எப்படி டீச்சர் ஆவாங்க? അതാണ്. ജീവിത പ്രശ്നമുണ്ട് സാറേ. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? Second one is theory. சின்ன பசங்களுக்கு இஷ்டம் டியூஷன் சென்டர்ல. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശരിക്കും കയ്യിന്ന് പോയി. നിനക്ക് എന്നെ ഇഷ്ടം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിലൊന്നും പോയി ചാടത്തില്ലായിരുന്നു. എല്ലാം നിയന്ത്രിക്കാൻ ഒരു പെണ്ണില്ലാത്തതിന്റെ കുഴപ്പം. ഉരുട്ടി വിട്ടാർ. അത് അവനൊക്കെ തെളിഞ്ഞിരിച്ച്. വാട്ട് എ കോഇൻസിഡന്റ്. പടച്ചവന്റെ ഓരോ കളികളെ. അല്ലേ ഞാനും നീ ഒരേ സ്ഥലത്ത് വരൂലല്ലോ അല്ലേ? പക്ഷെ ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നതാ. നീയോ സേക്ക് എഴുതാനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫി അടിക്കാൻ പോയാലോ? എനിക്ക് കോളേജിൽ പോണം. ശരി. ഈ കിട്ടുന്ന സമയം വല്ലോ നീ പഠിക്കാൻ നോക്ക്, കോഫിയും കുടിച്ച് നടക്കാണ്ട്. ഇവിടെ നിന്ന് 12 മൈലേ ഉള്ളൂ. സിമ്പിളായിട്ട് പോയിട്ട് വരാം. പക്ഷെ ഇവിടുന്ന് 8514 കിലോമീറ്റർ ഉണ്ട്. ഓ, ഞാൻ ഗൂഗിൾ നോക്കും. ഒരു വല്ലാത്തൊരു നോട്ടം ആയിപ്പോയി. നിനക്ക് വയ്യടാ ആശ്രേ. മാം, job vacancy here. 100% hard work, ma'am. No jobs for Indians. Get out. I eat vegetable. I know vegetable. I sell vegetable. Yeah. Ma'am, all size I know. I work 100% sure. Sorry, no, get out. Ma'am, I'm a good hookaholic. What? Hookaholic. You idiot, get lost. എത്ര ദിവസം കൊണ്ടാ ജോലിക്ക് വേണ്ടി കിടന്ന് ഓടുന്നത്. ഇനിയും ജോലി കിട്ടില്ലെങ്കിൽ നമ്മൾ പെടും. കയ്യിലാണെ 5 പൈസ ഇല്ല. ഇനി എന്തോന്നും പറഞ്ഞ് വീട്ടിൽ പൈസ ചോദിക്കും. ഇന്ത്യക്കാരെ കാണുമ്പോഴേ ഓടിച്ച് വിടിയല്ലേ? அதான் தெரியலையே. இவனுக்கு வைப் மேட்சே ஆகல உங்களுக்கு கூட. அவன் கேங் இல்லைல்ல. ഇതോടെ അച്ചാറിങ്ങനെ തിന്ന് തീർക്കല്ലേ. നിന്റെ ഇക്കാക്ക് അടുത്ത വർഷം UK പോകുമ്പോ കൊണ്ടുപോകുള്ളതാ. വന്ന അന്ന് മുതൽ ഓടെയാണ് ബ്രോ. ഇതുവരെ ഒരു പണിയും സെറ്റ് ആയില്ല. ബ്രോ വിചാരിച്ച എന്തേലും നടക്കും. ബ്രോ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ തന്നെ എന്റെ ഭാര്യയുടെ സ്പോർട്സ് വിസയിൽ വന്ന എന്തേലും വഴിയുണ്ടോ ബ്രോ? ഒരു വല്യപ്പനെ നോക്കാൻ പറ്റുമോ? ഒരു പരട്ട കലിപ്പം കിളവനും ഓർമ്മയില്ലാത്തൊരു കിളയും. ഇവിടുത്തുകാരല്ല, സംഭവം കുറച്ച് ഇല്ലീഗലാണ്. NHS വരെ തള്ളിക്കളഞ്ഞൊരു കപ്പിളിനെ നോക്കണം. പിടിച്ച എന്തായാലും പണി കിട്ടും. എന്ത് വള്ളി വേണമെങ്കിലും പിടിക്കാൻ തയ്യാറായിട്ടുള്ള മാനസിക അവസ്ഥയിലാണ് ബ്രോ ഞാൻ. நிறைய ലീഗൽ ഓഫീസേഴ്സ് എനിക്ക് എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട്. UK? അയ്യോ, അതിന് മാത്രം പൈസ ഒന്നും ഞാൻ തരുന്നില്ല. ഇവിടുന്ന് കിട്ടുന്ന കാശിന് കൂടി വന്നാൽ നിനക്ക് എറണാകുളം വരേക്ക് പോവാം. ലുലു മാളിലൊക്കെ ഒന്ന് ഇറങ്ങാം. പക്ഷെ അവിടെ സാധനം ഒന്നും മേടിക്കാൻ നിൽക്കില്ലേ. AC ഒക്കെ കൊണ്ട് തിരിച്ചു പോരണം. ഇത് ഉണ്ടാക്കി ഇവർക്ക് കുതിരപ്പത്ര വിലക്കുള്ള. ഇവിടെ ബൂബു. What are you doing? Trying to love and care. Don't make any noise, nigga. You get me? Oh. You get me? അമ്മച്ചി വാട്ടത്. അയ്യോ, ടാപ്പ് വെള്ളം. ഓ, തള്ള ഇത് പണിയാണ്. എന്ത് പരിപാടിയാ തള്ള കാണിച്ചേ? You broke that. I am no. அவங்கதான் மறந்து விடுமே.
വിളിക്കാം. ഹലോ പ്ലംബർ. താങ്ക് യു സാർ. പോയാ? ഹലോ ഇലക്ട്രീഷ്യൻ. कहाँ से इवरे எல்லா இடத்துலயும் இவரே இருக்காருப்பா. ഇയാൾ ഇവിടെ ബ്രോ ഹിയർ. മലയാളത്തിൽ പറഞ്ഞാൽ മതി മോനെ. ഊർക്ക നേരം നാട്ടിലെവിടെയാ ഏട്ടാ? മിസ്സേ ഗുഡ് മോർണിംഗ്. ആ ബ്ലോക്ക് ഒക്കെ ഒന്ന് മാറ്റിയാ കൊള്ളായിരുന്നു. എന്തിന്? ആ ഡി പി ഒക്കെ ഒന്ന് കണ്ടിരിക്കാലോ. இவங்க கொஞ்சம் அழகா இருக்காங்களே. മിസ്സേ മിസ് நான் கூட எனக்கு மட்டும் தான் அழகா இருக்காங்க நினைச்சேன். ഈ ചൂടാട്ടിരിക്കാനൊന്നും എനിക്ക് വയ്യ. അച്ഛൻ്റെ അടുത്ത് പറ. അവന് പറ്റുമെങ്കിൽ എനിക്ക് പറ്റൂല. അമ്മ വിളിക്കുന്നു. இடிச்சிருச்சு நினைக்கிறாங்க. എന്റെ ചുട്ടുമണി. വിളിക്കാം. അർജന്റ്. പ്ലാന്റ് വാഷിംഗ്. பிளான்ட் வாஷிங். ஐயோ. That's not your food. That's for my horse. You understand? But it is tasty. Idiot. ഇത് നോക്കി പഠിച്ചെന്ന് എനിക്ക് ഈസി ആയിട്ട് ജയിക്കാം. എക്സാം കഴിഞ്ഞ് ഇതേപോലെ അങ്ങ് തിരിച്ചന്നേക്കണേ. ഓ പിന്നെ കോപ്പിയൊന്നും വെട്ടി നശിപ്പിച്ചേക്കല്ലേ. ഇല്ല. എന്തേലൊക്കെ ഡൗട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി വിളിച്ചോളാം. എന്തിന്? എന്തേലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കാലോ. இந்த ட்ரெஸ் எல்லாம் நல்லா இருக்கே. என்ன ஒரு ஊரே திரும்புது. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, മേലെ ഇമാതിരി വൃത്തിയായിട്ട സൗണ്ട് ഉണ്ടാക്കരുത്. ஒரு காலத்துல நல்லா இருந்தது அப்புறம் கிரிஞ்ச் ஆயிடுச்சு. அண்ணன் தம்பி பாண்டா போறாங்களோ? എന്ത് പറ്റി? ഭയങ്കര വെയിലും മുടിഞ്ഞ ചൂടും. അതിനൊരു വഴിയുണ്ട്. ഈ തൊപ്പിയെടുത്ത് തലയിലങ്ങ് വെച്ചാൽ മതി. അത് വെച്ചാൽ മുടി കൂടെ പോവും. അതല്ലേലും പോവും. നിനക്ക് നിന്റെ അച്ഛന്റെ മുടിയാണ്. മേരാ ചോട്ടാ ഭയ്യ അൽ മിസ്കിൻ കുല്ല ഷെയർ ക്ലാസ്. സൺഡേ അടങ്ങ് കണ്ടൂടെ? എടാ പുല്ല 12 മൈൽ നടക്കണം, കൈ കാശില്ല. എന്തോന്ന് പിള്ളേരിത്. ഒരു കാര്യം ചെയ്യ്, 6 മൈൽ വിനായക കടക്ക്, 6 മൈൽ അരന്നടാ. എന്നിട്ട് നടക്ക് വെച്ച് കണ്ടൂടെ? இது நல்லா இருக்கே. யூஸ்லெஸ்ன்னு சொல்லி சொல்றத அந்த வாழை சொல்றாங்களோ? ஆமா, நம்ம ஊர்ல வாழைன்னா ரொம்ப யூஸ் இல்ல. എടാ നീ എന്തി കാണിക്കുന്നത്? ഹലോ, ഒരു 400 മീറ്റർ എക്സ്ട്രാ നടക്കാൻ പറ്റുമോ? 6 മൈലിൽ നിന്ന് ഒരു അടി ഞാൻ ഇനി നടക്കത്തില്ല. എങ്ങനെയെങ്കിലും കൊട്ടുവാ. സുഖം. ഗുണം പിടിക്കാത്തൊരു മോനന്റെ ഒരു വാഴ. ഇനി ഇതാണ് നമ്മളെ മീറ്റിംഗ് സ്പോട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. സ്ഥലവും ഒളിപ്പേരും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. UK പോയി ഞാൻ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പോസ്റ്റ് ഹൗസിൽ നിന്നെ അവിടെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? വരില്ലേ നീ? അത് വേണോ? വാടി, അവിടെ പോയി സെറ്റിൽ ആവാം. എന്നാ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടാ. എന്ത്? നീ എന്തായാലും ജയിച്ചില്ലേ, അപ്പൊ നിനക്ക് UK വെക്കൂടെ? എന്നിട്ട് നീ എന്നെ കൂടെ സ്പോർട്സ് ഹൗസിലെ കൊണ്ടുപോകും. இவன் பாஸ் ஆக மாட்டான்னு நேர்மையா சொல்றானா? ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് ഈ ജന്മത്തെ എനിക്ക് UK കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി. നീ എന്തേലും കാണിക്ക്. ഈ സേ പരീക്ഷയ്ക്ക് അങ്ങനെ തൊട്ടിട്ട് എന്റെ കൺമുന്നിക്ക് വന്നേക്കല്ലേ. എടി എഴുതി കൊടുത്തോളാടി. എടി, അപ്പൊ നീ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ஒவ்வொரு டைம் குடிச்சதுல சொல்லுங்க அண்ணன் எப்படி தேவன் மறைக்கிறா. എടാ ആ ചെക്കനെ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വലിയേട്ടൻ കളിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതിയെന്ന്. ബ്രോ ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. അടിച്ചதுக்கு அப்புறம் வேற வருஷம் പെഗ് ഒഴിച്ചു കൊടുത്ത പിള്ളേരല്ല. അപ്പൊ ഈ പെഗും ഇതൊഴിച്ചു തന്ന ബെന്നി ബ്രോയും എന്നും നിന്റെ മനസ്സിൽ ഉണ്ടാവണേ. நீங்க மறந்துடாம இருந்தா சரிதான். குடிச்சதுக்கு அப்புறம் பாருங்க என்ன. അവിടുന്ന് നോണേട്ടെ. அவன் இங்க வந்து ரொம்ப ஸ்ட்ரெஸ்ஸா இருக்கான். round 5, round 6, round 7. എങ്ങനെയുണ്ട്? കലവരമാ ഇருக்கு. അവനെ കൊടുക്കണ്ട. നീ മിണ്ടരുത്. നീ ഒഴുക്കി സുഭാഷേ. അടി ബ്രോ, നമുക്കിത് കലക്കണം. round 10. അടി എന്തിനാ എന്റെ കണ്ണി ഒഴിക്കാനാ?
വെട്ടിക്കറ്റി ഒഴിക്കാൻ പറയണ ബെന്നി ഒരു 90 അങ്ങോട്ട്. മതി പോലെ നീ ഓവറാവാൻ തുടങ്ങി. ആരടാ ഓവറായത്? ബ്രോ അവന്റെ ഒരു ബ്രോ എന്റെ തന്തേരാൻ അതത്താണ് അവ പ്രശ്നം. അവനൊരു ലഹരി മാഫിയ. നീയൊക്കെ പൊടി കണ്ടിട്ടുണ്ടാ? മൂക്കിപ്പൊടിയാ അല്ലടാ ഗോതമ്പ് പൊടി. കൂടെ ഓരോ ലൈൻ അങ്ങോട്ട് ഇട്ടല്ല, നീയൊക്കെ ഇരുന്ന ഇരുപ്പിന് അന്തരിക്കും. പുരു ഞാൻ പൊട്ടിച്ചേരാടാ വൃദ്ധ. அவன் அப்பவே சொன்னான். പപ്പടം കാറ്ററിംഗ് സർവീസാ. പപ്പടം. ആഹാ നിനക്കിപ്പോ ഇതാണല്ലേ പണി. നിന്റെ കൂടെ ഉള്ളവരൊക്കെ പുറത്തുപോയി രക്ഷപ്പെട്ടല്ലേ? പപ്പടം. നീ ഇങ്ങനെ പപ്പടം വിളമ്പി നടന്നു കേട്ടോ. എന്റെ സ്കൂളിൽ പഠിച്ച തലകർച്ച ചെറുക്കനാണ്. അന്നേ പഠിക്കൂല. പപ്പടം. പപ്പടം. ഇതല്ലേ നമ്മളെ സാബിയുടെ തലയടിച്ചു വിട്ടിട്ട്. നിബ്രാസ് അന്ന് തിയേറ്ററിൽ വെച്ച് ഉടക്കുണ്ടാക്കിന്ന് പറഞ്ഞില്ലേ? പപ്പടം. അവന് പപ്പടം. ഇതൊന്നും ഒരു പപ്പടേ ഉള്ള ആൾക്കൊരെണ്ണം. എന്തോന്ന് ഇതെന്താ കോട്ടർ പപ്പടം? പപ്പടത്തിന് വാറന്റി ഒന്നും ഇല്ല. എന്നാ നീ അങ്ങ് തിന്ന്. എന്താ നോക്കുന്നു? இங்க 2 எடுத்து வைக்க போறான். പപ്പടം കഴി. அவங்க ஃபேமிலியோ നമ്മളെല്ലായിടത്തും ഉണ്ടല്ലോടി. മെയ്ഡ് ഫോർ ഈച്ച് ദർ അല്ലേ? ഷൈന നീ ഇങ്ങനെ ഉണ്ടക്കണ്ടിട്ട് റൊമാൻറ്റിക് ആയിട്ട് നോക്കില്ല, ഞാൻ കുത്തി തരും. പോകുമ്പോ കുറച്ച് പാലട ഞാൻ പൊതിഞ്ഞ കേട്ടാ. പപ്പടം കൊടുക്കുന്നേ എന്താ പെമ്പിള്ളേർക്ക് അത്ര പപ്പടം ഓഫറിന് കൊടുക്കുമോ നീ? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അത് നോക്കിയാ നീ ആരാ ഒരു അഭിപ്രായം എഴുതാൻ വന്നു. വേണമെങ്കിൽ ഈ പപ്പടം എടുത്തോ. അത് പപ്പടം തകയുന്നു. നീ ആരുടെ എന്റെ മകളെ മര്യാദ പഠിപ്പിക്കാൻ? ഏതാണ് ഇവൻ? പെങ്ങൾ എന്തേലും ഒരു ഹിന്റ് തരായിരുന്നു. நினைச்சேன். 2 அண்ணன் தானே இருக்க சொன்னாங்க. அப்பளசா ஆலியா അളിയനും കൂടെ കഴിക്ക്. ஸ்கூல்ல சொன்னாங்களே 2 அண்ணனுங்க இருக்காங்கன்னு. ஆமா போட்டு அடிப்பானே. ஐயோ ஐயோ நமக்கு பிரச்சனை தேடி வருது. இவங்களுக்கு காஸ்டியூம் ஸ்டைலிங் சூப்பரா பண்ணிருக்காங்க பாப்பா. ஆல்ரெடி அவன் மேல காண்டில் இருக்கானுங்க தியேட்டர் സംഭവത്തില്. നീ ഇനി ഒരു തേങ്ങയും പറയണ്ട. എന്റെ ഇക്കാന്ന് അറിഞ്ഞിട്ട് നീ അടിച്ചത്. നിനക്ക് ഇനി ഒരു ഫേസ് ചെയ്യാൻ പറ്റുമോ ഹാഷിരെ? ഓ ഇപ്പൊ ഞാൻ അടിച്ചായ കുഴപ്പം. അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചപ്പോ നീ എവിടെയായിരുന്നു? കണ്ണുത്തിക്കൊണ്ടിരുന്ന വീട്ടിൽ ആകെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇക്കയാണ്. അങ്ങനെ നീ കൈവച്ചത്. ഇനി നമ്മുടെ കാര്യത്തിന് സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടാ? നിന്റെ ഒക്കെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? രണ്ട് മുഖവും 2 സ്വഭാവവും. പറയളയാ എടാ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് കോള് വന്നടാ. നീ ഒന്ന് പോയി നോക്കൂ. കുറച്ച് മുന്നേ ഞാൻ പോവാ. ഹാഷിര എവിടെ പോവാ? ഞാൻ വിളിക്കാം. ഹാഷിര എവിടെ പോവാ നീ? ഹാഷിരെ. Okay, thank you for watching with us. അടുത്ത പാട്ടിൽ സന്ധിപ്പോം. Bye.